ഒരാളെ അള്ളാഹു ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ അയാൾക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള കർമ്മമില്ല, നിലവിൽ ഉള്ള ആയുഷ്കാലത്ത് അത് ചെയ്തു തീർക്കാനുള്ള ഫലവും ഇല്ല. അയാളെയാണെങ്കിൽ അള്ളാഹു അല്ലാതെ എന്തോ കാരണം കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടും എങ്കിൽ അള്ളാഹു ചെയ്യുന്ന പരിപാടി എന്താ പറയുക? ഷെഹ്റാനിമാം സക്കറിയ അൻസ്വാരി റളിയല്ലാഹു അൻഹുമ ആ ഉസ്താദിൽ നിന്ന് ഉദ്ധരിച്ചിട്ട് പറയാം, എന്താ ചെയ്യുന്നത്? ഒരാളെ അള്ളാഹുവിന് എന്തോ ഒരു കാരണം കൊണ്ട് ഇഷ്ടപ്പെട്ടു, അയാളാണെങ്കിൽ അതിന് മാത്രം കർമ്മ പുസ്തകത്തിൽ നന്മകൾ നിറച്ച ആളുമല്ല, അതിന് മാത്രം ആയുഷ്കാലം അയാൾക്ക് കണക്കാക്കപ്പെട്ടിട്ടില്ല, അയാൾ അതിലേക്ക് എത്തില്ല എങ്കിൽ അള്ളാഹുവിനെ ചെയ്യുന്നത് അയാളോട് അസൂയയും ശത്രുതയും ഉള്ള ആൾക്ക് ജസ്റ്റ് ഒന്ന് വിട്ടുകൊടുക്കും. ജസ്റ്റ് ഒന്ന് വിട്ടു. അങ്ങനെ പറഞ്ഞാല് ഉദാഹരണം പറഞ്ഞേക്കാം, റമദാനോടുകൂടി ഉസ്താദ് മഹലിൽ നിന്നും പോയി. അപ്പൊ ഗ്രൂപ്പിൽ ആരോ പറഞ്ഞു ഉസ്താദ് പോയല്ലേ? അപ്പൊ അടുത്താൾ പോയതല്ല, ഒഴിവാക്കിയതാണ്. വണ്ടി കിക്കർ ചവിട്ടി സ്റ്റാർട്ടാക്കാൻ തുടങ്ങുന്നുണ്ട്. പോണ്ടല്ലേ നമുക്ക് അന്നേ പറഞ്ഞിട്ടില്ല. അങ്ങനെ എല്ലാവരും അതിൽ 28 ആജിക്കമാർ പരമാവധി ഭാഗതയത്വം തെളിയിച്ചിട്ടുണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ. പിന്നെ 308 ഉംറ ചെയ്ത ആൾക്കാരും ആ ഗ്രൂപ്പിലുണ്ട്, അവരും പരമാവധി ലൈക്കും പോവലിട്ടിട്ട് ചെയ്തു. പിന്നെ പെണ്ണുങ്ങൾ ആ ഗ്രൂപ്പിൽ ഇല്ലാത്തതുകൊണ്ട് ഭർത്താവ് വഴി ഇടപെട്ടിട്ട് അങ്ങനെ ഷെഹ്റാനിമാമിന്റെ വാക്ക് ബാക്കി കേട്ടോളി. ഫീ ലൈലത്തിൻ വാഹിദ, ഒറ്റ രാത്രി കൊണ്ട് അയാൾ ആ നാട്ടിലെ ഏറ്റവും വലിയ സൂഫിയായി അവിടുന്ന്. ഇൽമ പഠിക്കാൻ ഒരാൾ മുതിരുന്നത് അയാൾ ഈമാനോടെ മരിക്കും എന്നുള്ളതിന്റെ അടയാളമാണ്. ഒരാൾക്ക് നന്നായി പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം അയാൾ ഈമാനോടെ മരിക്കും. ഈ ആശയം ഫൈലുൽ ഖദീറിൽ ഇമാം മുനാവി റഹ്മത്തുള്ളാഹിയും രേഖപ്പെടുത്തുന്നുണ്ട്. മഹാന്റേത് തന്നെ ആയ തൈസീർ എന്ന കിതാബിലും ഈ ആശയം കാണാവുന്നതാണ്. എത്ര ബിരുദെടുത്താലും വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കണം നമ്മൾ. അതാണ് താജുൽ ഉലമയുടെ നൂറുൽ ഉലമയുടെ അനുസ്മരണ സദസ്സിൽ ആമുഖത്തിൽ തന്നെ നമ്മൾ എടുക്കേണ്ട തീരുമാനം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 61ാമത്തെ വയസ്സിൽ മുത്തല്ലിമായിരുന്നല്ലോ. അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുഹമ്മദ് എന്ന പേരുള്ള മകൻ മരണപ്പെട്ടപ്പോൾ ജനാസ കർമ്മങ്ങളിലോ ദഫനിലോ കഫനിലോ ഒന്നിനും മഹാനവറുകൾ ഇടപെടുന്നില്ല. കുടുംബക്കാരെ ഏൽപ്പിച്ചിട്ട് ദർസിലേക്ക് തന്നെ തിരിച്ചു പോരുകയാണ്. അതിന്റെ കാരണം ചോദിച്ചപ്പോൾ പറയാണ്, എന്റെ ഉസ്താദായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ദർസ് മിസ്സായി പോയാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റൂലല്ലോ. മൂത്തമ്മാന്റെ മോന്റെ അനിയത്തിന്റെ ഏട്ടന്റെ ഒരാൾ മരിച്ചെന്ന് കേൾക്കണ്ട. അപ്പോഴേക്ക് എന്റെ 3 ദിവസം ലീവാകുന്ന പുതിയ കാലത്ത് സ്വന്തം മകൻ മരണപ്പെട്ടപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതിനില്ല. അബ്ദുറഹ്മാൻ അസ്സരി വഫാത്തായപ്പോൾ ദർസിന് മുടക്കം വരാതെ, ഇബാദത്തിന് കുറവ് വരാതെ സമസ്തന്റെ അഭിമന്യ പ്രസിഡന്റ് റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന് എങ്ങനെ ഈ നിലപാട് കിട്ടിയത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇമാം ഹാഫിദ് മുൻദിരി റഹ്മത്തുള്ളാഹി സ്വഹിബ തർഹീബ് വതർഹീബ് മകൻ വഫാത്തായി, മഹാന്റെ കുടുംബക്കാരെ ഏൽപ്പിക്കണം. എന്തേ? ദർസിന് മുടക്കം വരുമോ എന്ന ഭയം. ഇൽമിനെ അതിരറ്റ് സ്നേഹിക്കണം, ഇൽമിന്റെ അഹ്ലുകാരോട് ഇഷ്ടം ഉണ്ടാവണം. വദാലിക അലാമത്തുൻ അലാ ഹുസ്നിൽ ഖാതിമ, അയാൾ ഈമാനോട് മരിക്കും എന്നുള്ളതിന്റെ അടയാളാണ് ജീവിതകാലത്ത് ദർസ്, പള്ളി ദർസ്, മുതഅല്ലിമീങ്ങൾ, തഖാഫുൽ സ്ഥാപനം, മുദരിസ് ഉസ്താദുമാർ അവരോട് ഹബ്ബുണ്ടാവുക എന്നുള്ളത്. അമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅ്മത്ത് അത് നിങ്ങൾ എടുത്തു പറയണം. ഖുർആൻ പറയുന്നു. എല്ലാ നിഅ്മത്തുകളും മൂടി വെച്ചോളൊന്നുമില്ല. കിബിറില്ലാത്ത തലക്ക് അള്ളാഹു തആല എനിക്ക് ആ നിഅ്മത്ത് തന്നു, അള്ളാഹു ഇങ്ങനെ നിഅ്മത്ത് തന്നു എന്ന് പറയുന്നത് നല്ലതാണ്. കിബിറിന് വേണ്ടി പറയാൻ പാടില്ല, ഞാൻ അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളാണ് എന്ന് പറയാൻ പാടില്ല. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത നിഅ്മത്ത് അതെടുത്ത് പറയുന്നത് അല്ലാഹു തആല കൽപ്പിച്ച കാര്യമാണ്.